നീ ടെക്നിക്കൽ ഇവന്റ്സിന് പോണത് സ്വാഗിനും ഫുഡിനും വേണ്ടി മാത്രമാണ്? നമ്മൾ മെയിൻലി ടെക്നിക്കൽ ഇവന്റ്സ് എന്ന് പറയുമ്പോഴത്തേക്കും സ്വാഗം ഫുഡ് എന്ന് പറയുന്നതിനേക്കാളും കുറേ വലിയ വലിയ മെറിറ്റുകളുണ്ട്. കാരണം എന്ന് വെച്ചാൽ ഇപ്പോൾ ഇഷ്ടംപോലെ ആൾക്കാർക്ക് ജോലി ഇല്ലാതാക്കുക. മെയിൻ ആയിട്ടുള്ള അതിൻ്റെ ഒരു ഭയങ്കര വലിയൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എക്സ്പോഷർ ഇല്ല എന്നുള്ളതാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഇവൻസിന് പോവും, സ്വാഗ് കാര്യങ്ങൾക്ക് വേണ്ടി നിൽക്കും, അല്ലെങ്കിൽ ഇപ്പോൾ എന്തെങ്കിലും ചെറിയ എന്തെങ്കിലും വർക്ക്ഷോപ്പ് ആണെങ്കിൽ വർക്ക്ഷോപ്പ് അറ്റൻഡ് ചെയ്യുക, തിരിച്ചു പോരുക, അല്ലെങ്കിൽ നമ്മുടെ കമ്പ്യൂട്ടറിൽ ഞെക്കുക, തിരിച്ചു പോരുക എന്നുള്ളതിനേക്കാൾ ഉപരിയായിട്ട് ആൾക്കാരായിട്ടുള്ള കണക്ഷൻസ് നന്നായിട്ട് ഉണ്ടാക്കുക. കണക്ഷൻ നന്നായിട്ട് ഉണ്ടാക്കുന്ന സമയത്ത് എന്ത് പറ്റുമെന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല രീതിയിൽ നമുക്ക് ഓപ്പർച്യൂണിറ്റീസ് കിട്ടും. ഇൻറ്റേൺഷിപ്പ് ആയിക്കോട്ടെ, ജോബ് ആയിക്കോട്ടെ, അല്ലെങ്കിൽ പുതിയ സാധനങ്ങൾ ലേൺ ചെയ്യാൻ പറ്റുക. കണക്ഷൻ എന്ന് പറഞ്ഞാൽ വെറുതെ നമ്മൾ പോയി നിന്നാലൊന്നും കിട്ടുമൊന്നുമില്ല. നമ്മൾ പോയി അവരോട് സംസാരിക്കുക, ഇടയിടിച്ച് കയറുക, എന്നിട്ട് അവരോട് നേരെ സംസാരിക്കുക. ചിലപ്പോൾ നല്ല ഇഷ്ടം പോലെ ആൾക്കാർക്ക് ഓപ്പർച്യൂണിറ്റീസ് കിട്ടാറുള്ള ഒരു വഴിയാണത്. നമ്മൾ ലിങ്ക്ഡിനിലും ഇവിടെയൊക്കെ പോയിട്ട് എത്രയൊക്കെ അപേക്ഷിച്ചാലും കിട്ടാറില്ലല്ലോ. മെയിൻ ആയിട്ടുള്ള റീസൺ എന്ന് പറഞ്ഞാൽ അവർക്ക് നിങ്ങളെ ട്രസ്റ്റ് ഇല്ല. നേരെ കുറച്ച് നിങ്ങളൊരു ഇവൻറ്റ് പോയിട്ട് അവരോട് സംസാരിച്ച് അവരോട് കണക്ഷൻ ഉണ്ടാക്കാൻ പറ്റുമോ, നല്ല ട്രസ്റ്റ് കിട്ടും. റീസെന്റ് പോയ ടെക് ഇവന്റ് ഏതാണ്? അവിടെ നിന്ന് എന്താ കിട്ടിയത്? അപ്പം ഞാൻ ഇന്ന് പോയതെന്ന് വെച്ചാൽ ഗ്രേസ് ഹോപ്പറിൻ്റെ ഒരു സെലിബ്രേഷൻ ഉണ്ട്, റോഡ് ഷോ ആയിട്ടുള്ള ഒരു സംഭവം. അപ്പോൾ ഗ്രേസ് ഹോപ്പർ സെലിബ്രേഷൻ്റെ തലേ ദിവസം പ്രീ ഇവൻ്റ് ആയിട്ടുള്ള റോഡ് ഷോ ആയിരുന്നു. ഓക്കെ, അപ്പോൾ ടിങ്കർ സ്പേസിൽ വെച്ച് നടന്ന ഒരു ഇവൻ്റാണ്. നമ്മൾ അതിന് ഇവൻറ്റിന് പോയി. ബേസിക്കലി അവിടെ ടോക്ക് ഉണ്ടായിരുന്നു, പാനൽ ഡിസ്കഷൻ ഉണ്ടായിരുന്നു. നമ്മൾ ബേസിക്കലി അവിടെ വെറുതെ ജസ്റ്റ് ഒരു കാണിയായിട്ട് പോയി എന്ന് കഴിഞ്ഞാൽ പ്രത്യേകിച്ച് ഒരു കാര്യമൊന്നുമില്ല. കാരണം അത്യാവശ്യം വലിയ ഹൈടെക് ആയിട്ടുള്ള പരിപാടികളും കൺസെപ്റ്റൊക്കെ ആയിരിക്കും പറഞ്ഞത്, ചിലപ്പോൾ ഒന്നും മനസ്സിലാവില്ല. നേരെ മറിച്ച് ബട്ട് നമ്മൾ പോയിട്ട് ഞങ്ങളവിടെ ഇഷ്ടംപോലെ ഫൗണ്ടേഴ്സ് ഉണ്ടായിരുന്നു, മാനേജർ പൊസിഷൻസിലുള്ള ആൾക്കാരുണ്ടായിരുന്നു, CEOs ഉണ്ടായിരുന്നു. അവരോട് സംസാരിക്കുമ്പോഴത്തേക്കും എന്ത് പറ്റും, ഇഷ്ടംപോലെ ഇൻസൈറ്റ്സ്. ഇപ്പം ഞാനൊരു ബിസിനസ് നടത്തുന്ന ആളാകുമ്പോൾ എനിക്ക് ബിസിനസ് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ ചോദിക്കാം. അപ്പോൾ അവർ ബിസിനസ് രീതിയിൽ എന്നോട് സംസാരിക്കും. ഇപ്പോൾ ഒരു എംപ്ലോയി ആണെന്നുണ്ടെങ്കിൽ എനിക്ക് എന്ത് ചെയ്യാം, ഒരു CEO സംസാരിക്കുമ്പോൾ എനിക്ക് ആ എംപ്ലോയി എന്നുള്ള രൂപത്തിൽ ചോദിക്കാം. ഇപ്പോൾ എൻ്റെ കുറച്ച് ഫ്രണ്ട്സ് ഉണ്ടായിരുന്നു, അവർ ചോദിച്ചതെന്ന് വെച്ചാൽ ഇൻ്റർവ്യൂവിന് എന്തൊക്കെ തരത്തിൽ HR റൗണ്ടിനൊക്കെ എന്തൊക്കെ തരത്തിൽ കാര്യങ്ങൾ ചോദിക്കാമെന്ന് ചോദിച്ചു. അപ്പോൾ ഒരു HR അത് പറഞ്ഞതിനേക്കാളും ഭേദം നിങ്ങൾക്ക് ഒരു കോഴ്സ് കിട്ടിച്ചാലും കിട്ടൂല, ഒരു ട്രെയിനിങ് എടുത്താലും കിട്ടൂല, ഏത് ഇൻസ്റ്റിറ്റ്യൂഷനിൽ പോയാലും കിട്ടൂല. അതാണ് അവിടുത്തെ ഏറ്റവും വലിയൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങൾ കിട്ടുക. ഇതേപോലെ ഇഷ്ടംപോലെ ഇവൻറ്റ്സ് വരുന്നുണ്ട്. ഇനിയിപ്പോൾ ഫോഴ്സിൻ്റെ ഇവൻറ്റ്സ് വരുന്നുണ്ട്, ഹാക്കത്തോൺസ് വരുന്നുണ്ട്, ഇനിയിപ്പോൾ ഹഡിൽ എന്ന് പറഞ്ഞിട്ട് ഇവൻറ്റ് വരുന്നുണ്ട്, ഹഡിൽ ഗ്ലോബൽ എന്ന് പറഞ്ഞിട്ട് വേണ്ടി. ഇതിനൊക്കെ പോയി കഴിഞ്ഞാൽ ഇഷ്ടം പോലെ ആൾക്കാരായിട്ട് കണക്ഷൻ കിട്ടും. ഇഷ്ടം പോലെ ആൾക്കാരായിട്ട് കണക്ഷൻ ഉണ്ടാക്കുക. നമ്മൾ അവരാരാന്ന് നമ്മൾ അറിഞ്ഞു തന്നിട്ട് തരില്ല, നമ്മളാരാണെന്നുള്ളതിൻ്റെ എന്തെങ്കിലും ഒരു ഐഡൻറ്റിഫിക്കേഷൻ അവർക്ക് കിട്ടുക. മനസ്സിലായില്ലേ? അത് എപ്പോഴും ക്രിയേറ്റ് ചെയ്യാൻ നോക്കുക. അത് ക്രിയേറ്റ് ചെയ്യാൻ പറ്റുമോ, സുഖമായിട്ട് എന്ത് ഓപ്പർച്യൂണിറ്റിക്കും ഇന്ന് കണക്ഷൻ ഭയങ്കര ഇമ്പോർട്ടൻ്റാണ്. അത് ഗൂഗിൾ മുതൽ നോക്കിക്കഴിഞ്ഞാൽ ഏറ്റവും ചെറിയ സ്റ്റാർട്ടപ്പിന് വരെ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. താങ്ക് യു.